ആത്മബോധമുള്ള ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പിച്ചു പറയാം 1948 ജനുവരി 30 അലസമായി മറച്ചിടാൻ കഴിയുന്ന ഒരു കൊല്ലമോ ഒരു ദിവസമോ അല്ല. നമ്മൾ എത്ര അമർത്തിമറച്ചാലും മറയാൻ കൂട്ടാക്കാത്ത കലണ്ടറിലെ ഒരു താളെന്ന അർത്ഥത്തിൽ ജനുവരി 30 തുടർന്നും നിൽക്കും. കാരണം അജീവനാന്തം അഹിംസ എന്ന മനുഷ്യ സ്നേഹത്തിൻ്റെയും അഗാധമായ പാരസ്പര്യത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഒരു തത്വം തൻ്റെ ജീവിതത്തിലുടനീളം ആവർത്തിച്ചുകൊണ്ടിരുന്ന മഹാത്മാഗാന്ധിയെ 48 ജനുവരി 30 ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വെടിവെച്ചു കൊന്നത്. 1948 ജനുവരി 30 ഗാന്ധിയെ വധിക്കാനുള്ള ശ്രമം അവർ തുടങ്ങിയത് എന്നും നാം തിരിച്ചറിയണം. 1934 മുതൽ നിരവധി തവണ അവർ നടത്തിയ അലസിപ്പോയ ശ്രമങ്ങളുടെ വിജയകരമായ പരിസമാപ്തിയായിരുന്നു 1948 ജനുവരി 30. നെഞ്ചിടിപ്പോടെയല്ലാതെ ഒരു ഇന്ത്യക്കാരന് അത് ഓർമ്മിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നടത്തിയ ഈ ഒരു കായിക ആക്രമണത്തെക്കുറിച്ച് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതിയാവില്ല. ഇത്തരമൊരു ആക്രമണത്തിന് അരങ്ങൊരുക്കിയ ജനാധിപത്യ വിരുദ്ധ ആശയങ്ങളുടെ സൂക്ഷ്മമായ വ്യാകരണവും വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ അതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ നിർവഹിക്കേണ്ടത്.